നമസ്കാരം. പെണ്ണൊരുമ്പെട്ടാൽ പെരുവഴി എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും പീഡനക്കേസിൽ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നീതി നിർവഹണ മേഖലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രവണത. പറഞ്ഞു വരുന്നത് ഇന്ന് അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ ചാനലിലൂടെ ആദ്യം പുറത്തു വന്നത്. മലപ്പുറത്ത് പൊന്നാനിയിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പീഡനകഥ ഇപ്പോൾ ഒരു വാർത്തയല്ലാതായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ പരാതി ബോധിപ്പിക്കാൻ ചെന്ന പൊന്നാനിക്കാരിയായ ഒരു വീട്ടമ്മയെ ആ പോലീസ് സ്റ്റേഷനിലെ SHO പീഡിപ്പിച്ചെന്ന് പറയുന്നു. പിന്നീട് SHO പീഡിപ്പിച്ചു എന്നുള്ള പരാതി DYSPയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. DYSPയും അവരെ പീഡിപ്പിച്ചു. DYSPയും SHOയും തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി SP-യുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ SP-യും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഞങ്ങളും ഇക്കാര്യത്തിൽ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത ഞങ്ങൾക്ക് വളരെ വിശ്വാസയോഗ്യമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അയച്ചു കിട്ടുന്നത്. ഈ പീഡന കഥകളിൽ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഫോണിൽ ഇവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വീട്ടമ്മയുടെ വോയിസ് ക്ലിപ്പ് അടക്കം ഞങ്ങൾക്ക് കിട്ടുന്നു. അതിനുശേഷമാണ് ഈ വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ, ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയിൽ പറയുന്ന പീഡനവീരന്മാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നീട് ടെലിഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുകയും അവർ പറഞ്ഞതിന് പ്രകാരം ഈ വീട്ടമ്മ പറഞ്ഞത് വ്യാജമാണെന്നും ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി അവർ സാക്ഷ്യം ചെയ്തത്. വീട്ടമ്മ ഒരു പരാതിയുമായി ചെല്ലുകയും ഈ പരാതി പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാം എന്ന് തന്നെയാണ് SHO പറഞ്ഞത്. അത് FIR ഇട്ട് അന്വേഷിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ രേഖകളെല്ലാം അദ്ദേഹം പിന്നീട് ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത, റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരായ അഗസ്ത്യൻ സഹോദരന്മാർ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അന്ന് സുൽത്താൻ ബത്തേരിയിൽ DYSP ആയിരുന്ന VB ബെന്നി എന്ന ഉദ്യോഗസ്ഥനെയാണ് ഈ പീഡനകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂർ MLA PV അൻവർ പുറത്തുവിട്ട ചില ആരോപണങ്ങളെ തുടർന്ന്, വിവാദങ്ങളെ തുടർന്ന്, റേഞ്ച് IG-യുടെ അന്വേഷണത്തെ തുടർന്ന് സസ്പെൻഷനിലായ മുൻ മലപ്പുറം SP ആയ P സുജിത് ദാസും തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. സുജിത് ദാസിനെതിരെ നിരവധി ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിൽ സുജിത് ദാസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടതിനാൽ തന്നെ മുഖ്യമന്ത്രി സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുജിത് ദാസ് ഒരിക്കലും നല്ലവനാണ് എന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ ഈ സ്ത്രീ പൊന്നാനിയിലെ ഈ വീട്ടമ്മ ഉന്നയിക്കുന്നത് പോലെ അവരെ ഇവർ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. സുജിത് ദാസ് SP ഓഫീസിൽ വെച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ വസതിയിൽ വെച്ചും ബലാത്സംഗം ചെയ്തു. അവിടെ ഒരു പോലീസുകാരനെ പാറാവ് നിർത്തിയിട്ടാണ്, അതായത് ഒരു പോലീസുകാരനെ കാവൽ നിർത്തിയിട്ടാണ് SP തന്നെ ബലാത്സംഗം ചെയ്തത് എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ അത് ഒരു കാരണവശാലും ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരനെ കാവൽ നിർത്തി ബലാത്സംഗം ചെയ്യാൻ ഒരു കാരണവശാലും തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളായിരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും അത്രത്തോളം മണ്ടനായിരിക്കില്ല SP സുജിത്ത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ DYFI VB ബെന്നിയുടെ കാര്യം അതല്ല. അഗസ്റ്റിൻ സഹോദരന്മാരെ, അതായത് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെ അകത്താക്കിയതിൻ്റെ വിരോധം തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചത്. ഈ സ്ത്രീ, അതായത് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സ്ത്രീ പറയുന്നതിലും ഒരുപാട് വൈചിത്ര്യങ്ങളുണ്ട്. അവർ പറയുന്നത് SHO, ഈ കേസ് അന്വേഷിച്ച പൊന്നാനി SHO വിനോദ് സാർ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നു, വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കേസ് അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആ സ്ത്രീ അവിടെ ഇരിക്കെ തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയെ വലിച്ച് ഇഴച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് പീഡിപ്പിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ത്രീകൾക്കും ഒച്ച വെച്ച് ആളെ കൂട്ടാൻ ആകാതെ പോയത് എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ്. പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് ആ വോയിസ് ക്ലിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ കയറി പീഡിപ്പിച്ചപ്പോൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ അവർക്ക് കാവൽ നിന്ന സ്ത്രീയോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീയോ ഒച്ച വെച്ച് അയൽവക്കക്കാരെ കൂട്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കൈയോടെ പിടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഇവർക്കാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത. അതുകൊണ്ട് ഈ പീഡന കഥ
ആരൊക്കെയോ ചേർന്ന് മെനഞ്ഞെടുത്തതാണ് റിപ്പോർട്ടർ ചാനലിലൂടെ ഈ കഥ വരുമ്പോൾ. അതായത് ഇന്നലെ തന്നെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ 9 മണിക്ക് അതിഗംഭീരമായ വളരെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിടുമെന്ന്. എന്നാൽ ഏഷ്യാനെറ്റ് ഈ വാർത്തയുടെ ചില സാരാംശങ്ങൾ പുറത്തുവിട്ടതോടുകൂടി റിപ്പോർട്ടർ ചാനൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്ന സമയത്തിന് നേരത്തെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടു. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ മോർണിംഗ് സെഷൻ കൈകാര്യം ചെയ്യാറുള്ളത് ഡോക്ടർ അരുൺകുമാറാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പകരം സുജയ്യ പാർവതി എന്ന് പറഞ്ഞ ഒരു എഡിറ്ററാണ് ഇന്ന് ആ വാർത്ത അവതരിപ്പിച്ചത്. മാത്രമല്ല, ഏതെങ്കിലും ചാനലുകാർ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്ത്രീയെ കണ്ടെത്തി അവരുടെ വാർത്ത എടുക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിന് കൊടുക്കുവാൻ വേണ്ടി ഉള്ള വ്യഗ്രതയിൽ ആ ചാനലുകാർ തന്നെ സ്ത്രീയുടെ വീടിന് കാവൽ ഏർപ്പാടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മാധ്യമ പ്രവർത്തനം ഏത് രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഒരു പീഡന കഥ നടന്നിട്ടില്ല. നടന്നത് മുഴുവൻ കെട്ടുകഥയാണ്. റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെ DYSP VV ബെന്നി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിന്റെ പേരിൽ അവരുടെ വിരോധം തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തോളം കെട്ടിച്ചമച്ച ഒരു കഥ പുറത്തുവിട്ടത് എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. സുൽത്താൻ ബത്തേരിയിൽ DSP ആയിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് മരം മുറിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാരെ ഈ ബെന്നി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്നത്. വ്യാജ ലൈസൻസ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ, അതായത് ഏതാണ്ട് 300 കോടി രൂപയുടെ മരമാണ് അവിടെ നിന്ന് മുറിച്ച് ഇവർ മാറ്റിയത് എന്നുള്ളതാണ് കേസിനാസ്പദമായി സംഭവമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഇച്ഛാശക്തിയിൽ നിന്ന് ഉടലെടുത്ത് ഈ കേസ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് പോലീസിൽ തന്നെ കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ട രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ VV ബെന്നി എന്ന DYSP തന്നെയായിരുന്നു. DYSP ബെന്നിയുടെ അന്വേഷണത്തെ തുടർന്ന് തന്നെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ അറസ്റ്റിലാകുന്നതും ജയിലിലാകുന്നതും. എന്നാൽ ഇവർ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇവരുടെ അമ്മ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് പോലും തൻ്റെ കേസിൽ യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോയ VV ബെന്നിയോട് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. ആ പകയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ സ്ത്രീ പീഡന കഥയായി പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. നിരപരാധികളായ ആളുകളെ കണ്ടെത്തണം. ഒരു കാരണവശാലും ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹവും നിയമവും നൽകുന്ന പരിരക്ഷയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രത്യേക പരിരക്ഷയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ആണുങ്ങൾക്കെതിരെ പുരുഷന്മാർക്കെതിരെ സ്ത്രീ ലൈംഗിക പീഡനത്തിന് കേസ് കൊടുത്താൽ പുരുഷന്മാർ അകത്താകുന്ന ഈ ഒരു നിലപാടിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഥയിൽ പീഡനത്തിൽ ആദ്യം ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പൊന്നാനി SHO ആയ വിനോദ് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള നല്ല ട്രാക്ക് റെക്കോർഡുകളുള്ള ആളുകളെ തന്നെയാണ് ഇതിൽ പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ കർമ്മശേഷിയെ ഏത് വിധേനയും ഇടിച്ചു താഴ്ത്തി തങ്ങൾക്കെതിരെ വരുന്ന ഏത് ശക്തിയെയും തങ്ങളുടെ പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ചില ചാനൽ മുതലാളിമാരുടെ കുൽസിതമായ പ്രവൃത്തികൾ തന്നെയാണ് ഇതിലൂടെ വെളിവാക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനവും സംസാരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവണതകളും ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പെണ്ണൊരുമ്പെട്ടാൽ പെരുവഴി അല്ലെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്ത് തന്നെ നടക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീക്ക് ഇനിയും പരാതിയുമായി മുന്നോട്ട് പോകാം. പരാതി കൊടുക്കട്ടെ, കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. എന്നാൽ കാര്യങ്ങൾ എന്താണ് എന്ന് വിവേചിച്ചറിയാതെ ആരെയെങ്കിലും ക്രൂശിക്കുന്നതിനോട് ഒരു കാരണവശാലും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വോയിസ് ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വാർത്ത ആദ്യം കൊടുക്കേണ്ടി വന്നതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ വാർത്തയിൽ പരാമർശിച്ച പേരുകാരായ പോലീസ് ഉദ്യോഗസ്ഥരായ ബെന്നിയോടും വിനോദിനോടും ഞങ്ങൾ ക്ഷമാപൂർവം തന്നെ ഖേദപൂർവം തന്നെ മാപ്പ് ചോദിക്കുന്നു. ഒരു കാരണവശാലും മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുവാൻ വേണ്ടി ചെയ്ത ഒരു വാർത്തയായിരുന്നില്ല അത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയട്ടെ. അത്തരത്തിലൊരു വ്യാജ വാർത്ത നൽകേണ്ടി വന്നതിൽ ഖേദിക്കുന്നു എന്ന് വീണ്ടും എടുത്തു പറയുന്നു.